പ്രാർത്ഥിച്ച് കൂടെ ഉണ്ട് എന്ന് വരുന്നത് അവർക്കൊക്കെ ആശ്വാസം പകരുമല്ലോ. അതുകൊണ്ട് അവരൊക്കെ കണ്ടു, ആശ്വാസം പകർന്നു. മാത്രമല്ല യുവ കാര്യങ്ങളിലൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇപ്പോൾ അവരുടെ വേദനയിൽ പങ്കുചേർന്നവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത് നിൽക്കുക, അതേ ചെയ്യാനുള്ളൂ. പലരെയും തിരിച്ചറിയാനുണ്ട്. DNA ടെസ്റ്റ് നടത്തണം. ആ ടെസ്റ്റ് ഇനി എപ്പോഴത്തേക്കായിരിക്കും എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്? അല്ല, അതിന് അതിൻ്റേതായ ഒരു സമയമുണ്ട്. DNA ടെസ്റ്റൊക്കെ പിന്നെ നടത്തണം. ഫലപ്രദമായ മിനിമം ടൈമിനുള്ളിൽ തിരിച്ച് അറിയണം. അതിനു വേണ്ടി തീവ്ര ശ്രമം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അറിവ്. ഗവൺമെൻറ് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ നിരന്തരം എല്ലാവരും ബന്ധപ്പെടുന്ന, പ്രതിപക്ഷ നേതാവ് അവരൊക്കെ ബന്ധപ്പെടുന്നത്, ഞങ്ങളൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതൊരു വലിയ പിന്നെ വിഷയം, പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ്. DNA ടെസ്റ്റ് പ്രൂവ് ചെയ്ത് വരണമെങ്കിൽ അതിൻ്റേതായ ചില കോംപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷെ എന്തായാലും അത് നടത്തിയേ പറ്റുള്ളൂ. അതുപോലെ നേരിടേണ്ട ഒരുപാട് വെല്ലുവിളികൾ ഇതുപോലുള്ള ആക്സിഡൻറ്റിലുണ്ട്, സംശയമൊന്നുമില്ല. രണ്ട് കാര്യങ്ങളാണ് വന്നത്. അവരുടെ കൂടെ നിന്ന് ആശ്വാസം പകർന്നു കൊടുക്കുക, ചികിത്സ വേണ്ടവർക്ക് അത് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ DNA ടെസ്റ്റ്, ഇതിനൊക്കെ പുറമെ ഇതിൻ്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ തൃശ്ശൂർ പൂരം വളരെ കാലമായിട്ട് ഉള്ള ഒരു കാര്യമാണല്ലോ, വളരെ റയറായിട്ടല്ലേ എങ്ങനെ വരാറുള്ളൂ. ഒരു റീസൺ കണ്ടുപിടിക്കണം, സുരക്ഷിതത്വം കൂട്ടണം. നമ്മളാരും ആഘോഷങ്ങൾക്കെതിരല്ല, പക്ഷെ ഇത്ര വലിയ അപകടങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ആഘോഷങ്ങളുടെ ആവശ്യമുണ്ട്. പൂരം ഒഴിവാക്കണമെന്നല്ല പറഞ്ഞത്, വെടിക്കെട്ട് പോലുള്ള കാര്യങ്ങളുടെ കാര്യമാണ് ചോദിക്കുന്നത്. വെടിക്കെട്ട് പിന്നെ വളരെ കരുതലോടുകൂടി നടത്താനുള്ള കാര്യങ്ങൾ വേണം എന്നെല്ലാ കാലത്തും അഭിപ്രായം ഉള്ളതാണ്. മനുഷ്യ സഹജമായ ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് എന്ന് അറിയില്ല. പക്ഷെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ്, ജീവൻ വെച്ച് ഇത് സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. ഇപ്പോൾ ഇതുപോലുള്ള വെടിക്കെട്ട് വേണ്ട ആചാരത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ അതൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഒരിക്കലും സുരക്ഷിതത്വം കോംപ്രമൈസ് ചെയ്യരുത്. അതിലാർക്കും എതിർപ്പുണ്ടാവില്ല. സുരക്ഷിതത്വം കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമുക്കൊന്നും ചെയ്തുകൂടാ. അതുകൊണ്ട് ഒരനുഭവം വരുമ്പോഴാണല്ലോ അനുഭവം പാടാവുന്നത്. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത് എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മൾ എടുക്കേണ്ടത്. മുസ്ലിം നേതാവ് PK കുഞ്ഞാലിക്കുട്ടി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് ഇപ്പോൾ ഈ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ച ശേഷം അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും ആ വേദന അനുഭവിക്കുന്നവർക്കൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.